മരിയ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ ടെക്നോളജി കേന്ദ്ര സർക്കാരിന്റെ വികസന ഏജൻസിയായ ഭാരത് സേവക് സമാജിന്റെയും NSTCയുടെയും അംഗീകാരത്തോടുകൂടി നടത്തുന്ന തൊഴിലധിഷ്ഠിത കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. വിജയകരമായി ട്രെയിനിംഗ് പൂർത്തിയാക്കുന്ന ഏവർക്കും വിദേശത്തും സ്വദേശത്തും തൊഴിലവസരം. വരാനിരിക്കുന്ന ലോകകപ്പ് ഫുട്ബോളിനോടനുബന്ധിച്ച് വടക്കാഞ്ചേരി നഗരസഭാ പരിധിയിൽ വിപുലമായ രീതിയിൽ കായിക സാംസ്കാരിക പരിപാടികൾ സംഘടിപ്പിക്കുന്നു. ഇതിന്റെ ഭാഗമായി ജനകീയ സംഘാടക സമിതി രൂപീകരണത്തിനായുള്ള ആലോചനാ യോഗം നടന്നു. നഗരസഭയുടെ ആഭിമുഖ്യത്തിലാണ് വെൽക്കം ടു വേൾഡ് കപ്പ് എന്ന പേരിൽ വൈവിധ്യമാർന്ന ആഘോഷങ്ങൾ അണിയറയിൽ ഒരുങ്ങുന്നത്. ലോകകപ്പിനെ വരവേൽക്കുവാൻ വടക്കാഞ്ചേരി നഗരസഭയും തയ്യാറെടുപ്പിൽ. കളി ആരാധകരെയും നാട്ടുകാരെയും ഒരുപോലെ ആവേശത്തിലാക്കാൻ വമ്പൻ പരിപാടികളാണ് നഗരസഭയുടെ നേതൃത്വത്തിൽ അണിയറയിൽ ഒരുങ്ങുന്നത്. ഇതിന്റെ ഭാഗമായി വരുന്ന 11-ാം തീയതി വിവിധ ക്ലബ്ബുകളെയും ഫുട്ബോൾ പ്രേമികളായ യുവാക്കളെയും പങ്കെടുപ്പിച്ചുകൊണ്ട് ആവേശകരമായ സൗഹൃദ ഫുട്ബോൾ മത്സരവും ഒപ്പം തീപാറും ഷൂട്ടൌട്ട് മത്സരവും സംഘടിപ്പിക്കുവാൻ തീരുമാനിച്ചു കഴിഞ്ഞു. കളി കാണാൻ മാത്രമല്ല, കളത്തിൽ ഇറങ്ങി ഒന്ന് ബൂട്ടണിയുവാനും ഷൂട്ട് ചെയ്യുവാനുമുള്ള അവസരമാണ് ഒരുങ്ങുന്നത്. ഇത്തവണ ലോകകപ്പിൽ മാറ്റുരയ്ക്കുന്ന 48 രാഷ്ട്രങ്ങളുടെയും പതാകകൾ വടക്കാഞ്ചേരി നഗരത്തിൽ പ്രദർശിപ്പിച്ച് അന്തരീക്ഷം അപ്പാടെ വേൾഡ് കപ്പ് മൂഡിലാക്കി മാറ്റുവാനും തീരുമാനമാക്കിയിട്ടുണ്ട്. ഇനി കളിയൊന്നും അറിയില്ലെങ്കിലും കട്ടയ്ക്ക് കൂടെ നിൽക്കുന്നവർക്കായി വേൾഡ് കപ്പ് വിന്നറെ പ്രവചിക്കുവാനുള്ള സൂപ്പർ പ്രവചന മത്സരവും ഇതോടനുബന്ധിച്ച് നടക്കും. ആരാവും ഇത്തവണ കപ്പടിക്കുക എന്ന് കൃത്യമായി പ്രവചിക്കുന്നവർക്ക് സമ്മാനങ്ങളും കാത്തിരിപ്പുണ്ട്. ഇതിന് മുന്നോടിയായി നടന്ന സംഘാടക സമിതി രൂപീകരണ യോഗം വടക്കാഞ്ചേരി നഗരസഭാ ചെയർപേഴ്സൺ മിനി അരവിന്ദൻ ഉദ്ഘാടനം ചെയ്തു. ഈ മാസം 11-ാം തീയതി വടക്കാഞ്ചേരി നഗരസഭയുടെ നേതൃത്വത്തിൽ തന്നെ വേൾഡ് കപ്പിനെ സ്വാഗതം ചെയ്യുന്നതിന് വേണ്ടിയുള്ള വളരെ നല്ല രീതിയിലുള്ള എല്ലാവരുടെയും കൂട്ടായ്മയോടുകൂടി കായിക പ്രേമികളെ എല്ലാം ക്ഷണിച്ചുകൊണ്ട്, ക്ലബ്ബുകളെ എല്ലാം ക്ഷണിച്ചുകൊണ്ട് ഒരു ഉത്സവ പ്രതീതി പോലെ തന്നെ നമ്മൾക്ക് ആ പരിപാടി സംഘടിപ്പിക്കേണ്ടതുണ്ട്. ഇന്നത്തെ കാലഘട്ടത്തിൽ അന്യം നിന്ന് പോകുന്നത് തന്നെയാണ് ഓരോ കുടുംബങ്ങളും അണുകുടുംബങ്ങളായി മാറിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ, ഒറ്റപ്പെടൽ ഉണ്ടാകുന്ന കാലഘട്ടത്തിൽ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി എല്ലാവരെയും ചേർത്ത് പിടിച്ചുകൊണ്ട് എല്ലാവരുടെയും കൂട്ടായ്മ കൂടി ആസ്വദിച്ചുകൊണ്ട് തന്നെ ഈ വേൾഡ് കപ്പ് കാണുന്നതിന് വേണ്ടി തന്നെയാണ് നമ്മൾ ഇത്തരം ഒരു പരിപാടി സംഘടിപ്പിക്കുന്നത്. വളരെ നല്ല രീതിയിൽ ആ പരിപാടി സംഘടിപ്പിക്കാൻ ഏവരുടെയും സഹായ സഹകരണങ്ങൾ ആവശ്യമാണ്. വൈസ് ചെയർമാൻ PN സുരേന്ദ്രൻ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. വരാൻ പോകുന്ന കളികളുടെയും പരിപാടികളുടെയും വിശദവിവരങ്ങൾ യൂത്ത് കോർഡിനേറ്റർ അഹമ്മദ് സിജിത്ത് വേദിയിൽ വിശദമാക്കി. സ്ഥിരം സമിതി അധ്യക്ഷ ധന്യ നിതിൻ, സ്ഥിരം സമിതി അധ്യക്ഷൻ PG സനീഷ് എന്നിവരും ചടങ്ങിൽ സന്നിഹിതരായിരുന്നു. വിവിധ ഡിവിഷനിലെ കൗൺസിലർമാർ, ക്ലബ് ഭാരവാഹികൾ, രാഷ്ട്രീയ വ്യാപാരി പ്രതിനിധികൾ തുടങ്ങിയ വൻ ജനാവലി തന്നെ വടക്കാഞ്ചേരിയെ ലോകകപ്പ് ലഹരിയിലാക്കാൻ യോഗത്തിൽ പങ്കെടുത്തു. എന്തായാലും വടക്കാഞ്ചേരിയിൽ ഇനി പന്തുരുളും, കളി പൂക്കും. You are watching VCV News.